ഇത് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നട്ടേക്കുന്ന കുറേ പൂച്ചെടികളാണ് കേട്ടോ. ഈ കൊങ്ങിണി ചെടിയൊക്കെ നമ്മുടെ ഇവിടെ വെറും പള്ളയായിട്ട് നിന്ന് പോകുന്നതാണല്ലേ. ഇതേപോലെ നട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് നമ്മുടെ വരും തലമുറയ്ക്കും കാണാനുള്ള അവസരം കിട്ടും അല്ലേ. എൻ്റെ കൂടെ നടന്ന് ചെടി പരിചയപ്പെടുത്താൻ ഒരാളൂടെ വന്നിട്ടുണ്ടേ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ വേറൊരു ചെടി. ഇതാണ് നമ്മുടെ വേറെയുള്ള നമ്മുടെ ചെറിയിട്ടുള്ളൂ, നമ്മുടെ കടയിലൊക്കെ കിട്ടും. പിന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മണമുള്ള ചെടി. ഇതാണേ, ഇച്ചിരി പറിച്ചു നോക്കിയാൽ തന്നെ മണം കിട്ടും. ഈ ചെടി സൺഡേ മൺഡേ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇതിന്റെ വൈറ്റും ഉണ്ട്, ഒരു വയലറ്റ് കളർ കൂടെ ഉണ്ട്. കൊച്ചു പറഞ്ഞ പോലെ തന്നെ ഈ പൂവിന് നല്ല മണമാണ് കേട്ടോ. ഇതല്ലാതെ തന്നെ ഒരുപാട് ഇലച്ചെടികളും അതേപോലെ പല നിറത്തിലുള്ള ബൊഗൈൻവില്ലയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അങ്കിളിന് ചെടികളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു സ്ഥലം മുറ്റത്ത് ഒഴിവാക്കാതെ എല്ലാ സ്ഥലത്തും ചെടിച്ചട്ടിയിൽ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇലച്ചെടികളിൽ ഒരുപാട് ചെടി എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ തൈയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങളെ കാണിക്കാവേ. എൻ്റെ ചേട്ടൻ്റെ കല്യാണം പ്രമാണിച്ച് പോയതാണ് ട്രിവാൻഡ്രത്തിന്. ഇരുട്ടത്ത് കയറി ചെന്നിട്ട് നേരം വെളുത്തതേ തിരിച്ചു പോകുന്നത് കൊണ്ട് വീഡിയോസ് ഒന്നും തന്നെ നല്ല വെട്ടത്തിൽ എടുക്കാൻ പറ്റിയില്ല. ഈ ചെമ്പരത്തിയൊക്കെ കണ്ടോ, മഴയായതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും എല്ലാവരും ഉറക്കം പിടിക്കാൻ തുടങ്ങി. കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും ഉള്ള സ്ഥലത്ത് അങ്കിളിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചാണെങ്കിൽ കൂടെ നടന്ന് വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്തെ കുറെ ചാമ്പങ്ങ താഴെ കിടക്കുന്ന കണ്ടു. പിന്നെ അത് പറക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞു പോയിട്ടുണ്ട്. മഴയായതുകൊണ്ട് കുറേയൊക്കെ താഴെ പൊഴിഞ്ഞു പോയി, കുറേയൊക്കെ മരത്തിൽ നിന്ന് തന്നെ പുഴു കയറാൻ തുടങ്ങിയേ. പിന്നെ അവളുടെ സമാധാനത്തിന് ഒരെണ്ണം പറിച്ച് കൈ കൊടുത്തേ. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെരയ്ക്കകത്ത് കയറിക്ക് പോന്നു.